ഷാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ ഈശോ മിശിഹ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസത്തോളം മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ മിശിഹായുടെ ഈ ഉപവാസത്തോടും അതുപോലെ കർത്താവായ ഈശോ മിശിഹ പ്രാർത്ഥനയിലായിരുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം നോമ്പ് ആചരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ നോമ്പ് എന്നാണ് ആരംഭിക്കുക? ഇപ്പം 50 നോമ്പ് അല്ലെ 40 ദിവസത്തെ നോയമ്പ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ നെറ്റിയിൽ ചാരം പൂശി നമ്മൾ നോമ്പ് ആരംഭിക്കുമ്പോൾ അനുതാപത്തിലേക്കും എളിമയിലേക്കും കടന്നു വരുവാനായിട്ട് ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനാണ് നമ്മൾ ഈ നോമ്പ് ആചരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഓർമ്മ ആചരിക്കുവാനായിട്ടാണ് നോമ്പ് ആചരിക്കുന്നത്. ഇനി എന്നാണ് കത്തോലിക്ക തിരുസഭയിൽ നോമ്പ് ആചരിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ AD 325 നിക്യാ സൂനഹദോസിലാണ് നമ്മുടെ മതമേലധ്യക്ഷന്മാരുടെ സമ്മേളനത്തിൽ കത്തോലിക്ക തിരുസഭയിലുള്ള എല്ലാ അംഗങ്ങളും നോമ്പ് ആചരിക്കണം എന്ന ഒരു തീരുമാനമെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവായ ഈശോ മിശിഹ സ്വർഗാരോഹണം ചെയ്ത് അപ്പസ്തോലന്മാർ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ വളരെയധികം മതമർദ്ദനം കത്തോലിക്ക തിരുസഭയിൽ ആദ്യകാല സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങളും ഒരുപാട് പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലും തുടർന്ന് വന്ന ഓരോ ചക്രവർത്തിമാരുടെയും കാലഘട്ടത്തിൽ ഒരുപാട് സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ ശിഷ്യന്മാരിൽ വിശുദ്ധ യോഹന്നാൻ ശിഷ്യൻ ഒഴികെ ബാക്കിയുള്ള 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായി മാറുന്നത് നമുക്കറിയാം. അതുപോലെ ഒരുപാട് ആദിമ ക്രൈസ്തവര് രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. 300 വർഷത്തോളം അവർ ഭൂമിയുടെ അന്തർധാരകളിലാണ്, അതായത് ഗുഹകളിലുമൊക്കെയാണ് അവർ താമസിച്ചത്. അത്തരം ഭയപ്പാടിലാണ് അവർ കഴിഞ്ഞിരുന്നത്. കാരണം ഈ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുമതം സ്വീകരിച്ച് സഭയെ പ്രഘോഷിക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരെ വധിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ക്രൂരമായി അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു 300 വർഷത്തോളം സഭ വളരെ സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയും ഒക്കെയാണ് കടന്നുപോയത്, വളരെ സഹനങ്ങളിലൂടെ. പിന്നീട് നമുക്കറിയാം, ആദ്യത്തെ നിക്യാ സൂനഹദോസ് AD 325 നടക്കുമ്പോൾ ആ സൂനഹദോസിലാണ് ഒരുപാട് തീരുമാനങ്ങളൊക്കെ സഭയ്ക്ക് വേണ്ടി എടുക്കുക. അപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് സഭയിലുള്ള അംഗങ്ങൾ ഉപവസിക്കണം. ഈസ്റ്ററിന് മുമ്പായിട്ട്, ഹോളി വീക്കിന് മുമ്പായിട്ട് 40 ദിവസത്തോളം അല്ലെങ്കിൽ 50 ദിവസത്തോളം നമ്മൾ ഉപവസിക്കാനുള്ള ഒരു തീരുമാനം സഭ എടുക്കുകയാണ്. അന്നത്തെ ഉപവാസം എന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റാണ്. പകൽ മുഴുവൻ സമയവും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. രാത്രികാലത്ത് മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് അനുവാദമുള്ളൂ. വീണ്ടും AD 400 ആയപ്പോഴേക്കും നോമ്പ് കാലത്ത് ഉച്ചഭക്ഷണമൊക്കെ അനുവദിച്ചു. വീണ്ടും AD 1966 നോമ്പ് കാലത്ത് മീനൊക്കെ ഭക്ഷിക്കാമെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായി. പിന്നീട് നമുക്കറിയാം, ഉപവാസം നമ്മൾ ആഷ് വെനസ്ഡേ അല്ലെങ്കിൽ ആഷ് മൺഡേ, അതല്ലെങ്കിൽ നമ്മൾ ഗുഡ് ഫ്രൈഡേയിലേക്ക് അത് ചുരുങ്ങി. പിന്നീട് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമാക്കി, അല്ലെ ബുധനാഴ്ചകളിൽ മാത്രമാക്കി നമ്മൾ നോമ്പനുഷ്ഠാനങ്ങൾ ഒക്കെ അത് ചെറുതാക്കി. ഇപ്പം നമുക്ക് സഭ പരിപൂർണമായ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നമുക്ക് തീരുമാനമെടുക്കാം, നമ്മൾ ഉപവസിക്കണമോ അതല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കാതിരിക്കണമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് തീരുമാനമെടുക്കാം.
ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ നോമ്പനുഷ്ഠാനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ഭാരമായി നമ്മൾ കാണരുത്. കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി ബലിയായി മാറിയ ആ വലിയ സ്നേഹത്തെ പ്രതി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വേണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഭാരമായി കാണും. നോമ്പ് എങ്ങനെയാണ് നമ്മൾ സഭയിൽ അനുഷ്ഠിക്കുക? പല തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുക. ചിലർ മാംസമൊക്കെ വർജിക്കും, ചിലർ TV കാണുന്നത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാറ്റിവെക്കും. ചിലർ ബൈബിൾ കൂടുതൽ വായിക്കും, പ്രാർത്ഥിക്കും, ദാനധർമ്മങ്ങൾ നടത്തും, ഭക്ഷണങ്ങൾ വർജിച്ച് ഉപവസിക്കും. അങ്ങനെ പല രീതിയിലുള്ള തീരുമാനങ്ങളാണ് പലരും നോമ്പിൽ എടുക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ മിശിഹ 40 ദിവസം ഉപവസിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം, പിശാചിനാൽ നിരന്തരമായ പരീക്ഷണങ്ങളിലൊക്കെ വിധേയമായതിനു ശേഷം ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. സുവിശേഷ പ്രഘോഷണത്തിലേക്ക്, ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് ഇറങ്ങുന്ന ആ സമയമാണ്. ശക്തി സ്വീകരിച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ഈശോ പറയുന്ന ആദ്യത്തെ വചനമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ, ഈ നോമ്പ് കാലങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ പല നോമ്പുകൾ, ഈസ്റ്ററിന് മുമ്പുള്ള നോമ്പുണ്ട്, ക്രിസ്മസിന് മുമ്പുള്ള നോമ്പുണ്ട്, 8 നോമ്പുണ്ട്. പല ദിവസങ്ങൾ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് സഭ ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം ഈ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ നമ്മളിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ പരിശ്രമം നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഒരു നമ്മളൊരു നിർബന്ധ ബുദ്ധിയാൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇതൊരു വലിയ ഭാരം ഏറ്റെടുക്കുന്ന രീതിയിൽ അതാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും പാപത്തിന് വേണ്ടി ഗാഗുൽത്താ മലയിൽ ബലിയായി മാറിയ തമ്പുരാന്റെ ആ വലിയ സ്നേഹം, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സ്വർഗീയ സൗഭാഗ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നമ്മുടേതായ മനുഷ്യൻ്റെതായ ആകൃതി സ്വീകരിച്ചുകൊണ്ട് നമ്മെപ്പോലെ തന്നെ ജീവിച്ച് ഈ ലോകത്തിൽ ഒരു വ്യക്തി അനുഭവിക്കാവുന്ന സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് യാഗമായി ബലിയായി മാറിയെങ്കിൽ ആ പ്രിയപ്പെട്ട ദൈവജനമേ, ആ തമ്പുരാന്റെ വലിയ സ്നേഹത്തെ പ്രതി, ആ വലിയ സ്നേഹത്തിനൊരു പ്രതിനന്ദി എന്ന് വന്നോളം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഉപവസിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും നോമ്പ് കാലഘട്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ഈ നോമ്പ് കാലഘട്ടം കഴിഞ്ഞാലും പ്രിയപ്പെട്ട ദൈവജനമേ, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് കടപ്പാടുണ്ട്, അതിനുള്ള കടമയുണ്ട്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരാണ്. സഭ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കൃത്യമായ ഒരു നിഷ്കർഷണം അല്ലെങ്കിൽ കർശനമായ ഒരു നിയന്ത്രണം ഇന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതെ കർത്താവായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. എന്തിനാണ് നമ്മൾ ഉപവസിക്കേണ്ടത്? നമ്മൾ കണ്ടു. ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ മാതൃക കാണിച്ചു തരികയാണ്. തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് 40 ദിവസത്തോളം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു, അതിൽ വിജയം പ്രാപിച്ചു. ഈശോ തന്നെ നമുക്കുണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ സ്വന്തം ശരീരത്തിൽ ഈശോ ഏറ്റുവാങ്ങുകയാണ്. അതേ പ്രലോഭനങ്ങൾ, അതിശക്തമായ പ്രലോഭനങ്ങൾ ഈശോയ്ക്കുണ്ടാകുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകില്ല. നമ്മുടെ ജീവിതം വളരെ ശാന്തമായി പോകും. പിശാചിൻ്റെ കെണികളിലൊന്നും ഞാൻ പെടുകയില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മഹാമാരിയുടെ പ്രതിസന്ധികളിലൂടെയൊക്കെ നാം ഇന്ന് നടന്നു പോകുമ്പോൾ, സഹനങ്ങളുടെ നടുവിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ
ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ ശക്തി സംഭരിക്കുവാനായിട്ട്, പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട്, ഭയം നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട്, നിരാശ നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കണം. നമുക്ക് നമ്മളിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മളായിരിക്കുന്ന ജോലി മേഖലകളിൽ തന്നെ, ശുശ്രൂഷ മേഖലകളിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ ദർശിക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ വളരെ സ്നേഹത്തോടെ, വളരെ എളിമയോടെ നാം ഈ ഉപവാസ ദിനങ്ങളിലൂടെ, ഭയഭക്തി ബഹുമാനങ്ങളോടെ നമ്മൾ ഈ ഉപവാസത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം നമുക്ക് ഈ നോമ്പ് കാലത്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നുള്ളതാണ് അടിസ്ഥാനമെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പാപപരിഹാര പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. പാപത്തിൽ നിന്ന് അകന്നിരിക്കാനായിട്ട്, ആഡംബര ജീവിതം ഉപേക്ഷിക്കാനായിട്ട്, നമുക്കൊരു സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ജഡികമായ താല്പര്യങ്ങൾ, അതിലേക്കുള്ള ആസക്തികൾ, അവയിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനായിട്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമുക്ക് ഈ നമ്മളിലുള്ള ഈ സ്വഭാവ വൈകല്യങ്ങളൊക്കെ, ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നന്നായി ജീവിക്കാമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ഇത് നമുക്ക് സാധിക്കണമെന്ന് ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാമക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ഈ അവസ്ഥകളെല്ലാം, ഈ മോശമായ അവസ്ഥകളെല്ലാം മാറി വളരെ നന്മ നിറഞ്ഞ, ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അനുതാപം നമ്മളിൽ ഉണ്ടാകണം. ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ അനുതപിക്കുക, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കൂടുതൽ അനുതപിക്കാനായിട്ട്, എളിമപ്പെടാൻ. അനുതപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയാം, അല്ലെങ്കിൽ അനുതാപം എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാക്കുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതലും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് വിലപിക്കുക എന്നുള്ളതല്ല, അതിലുപരിയായി വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥമായ അനുതാപം, അല്ലെങ്കിൽ യഥാർത്ഥമായ മാനസാന്തരം. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ്, കുംഭസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശീർവാദത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം പൊറുക്കുകയാണ്. അത് ദൈവം ഓർക്കുന്നേയില്ല. അങ്ങനെയെങ്കിൽ ഈ പാപങ്ങളെയെല്ലാം ഓർത്ത് നെഞ്ചത്തടിച്ച് വിലപിക്കേണ്ടവരല്ല നമ്മൾ. അതല്ല മാനസാന്തരം, അതല്ല അനുതാപം. പക്ഷേ എന്താണ് യഥാർത്ഥമായ മാനസാന്തരം? എന്താണ് യഥാർത്ഥമായ അനുതാപം? ഞാൻ ഇനി വിശുദ്ധിയോടെ ജീവിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണയിൽ നിന്നുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കും. ഞാൻ നാളിതുവരെ ജീവിച്ചു വന്ന എൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്ന് ഒരു വ്യതിയാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ അതിന് പരിശ്രമിക്കും. എൻ്റെ തമ്പുരാൻ എന്നെ അതിന് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസവും എന്നിൽ നിന്നുണ്ടാകേണ്ട ഒരു പരിശ്രമവുമാണ് മാനസാന്തരം അഥവാ അനുതാപം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്തുക. ഈ എളിമയോടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുതാപവും മാനസാന്തരവും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലാകുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ലോകത്തിൻ്റെ ഭരണത്തിലാണോ അതോ ദൈവത്തിൻ്റെ ഭരണത്തിലാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം നമ്മൾ ലോകകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ലൗകിക കാര്യങ്ങളിലാണ്, ലൗകിക താല്പര്യത്തിലാണ്, ഈ ലോകത്തിലുണ്ടാകുന്ന വിജയങ്ങളിലാണ് നമ്മുടെ കൂടുതൽ ശ്രദ്ധ പോകുന്നതെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭരണത്തിൻ കീഴിലല്ല, ഈ ലോകത്തിൻ്റെ ഭരണത്തിൻ കീഴിലാണ്.
അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഒരു മാനസാന്തരം അല്ലെങ്കിൽ യഥാർത്ഥമായ നോമ്പനുഷ്ഠാനം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാകുക, ദൈവരാജ്യത്തിൽ അംഗങ്ങളാകുക എന്നുള്ളതാണ് അത് അർത്ഥമാക്കേണ്ടത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യം നിറഞ്ഞ ദിനങ്ങൾ, ഈ അനുഗ്രഹീതമായ ദിനങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവായ ഈശോ മിശിഹായുടെ വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരുപക്ഷെ നാളിതുവരെ നമ്മൾ ആചരിച്ചതുപോലെയുള്ള ഒരു നോമ്പാചരണമോ അല്ലെങ്കിൽ ഒരു ഈസ്റ്ററിൻ്റെതായ ആഘോഷങ്ങളിലേക്ക് ഒന്നുമായിരിക്കില്ല ഈ വർഷം നമ്മൾ പോകുക. ഒരുപാട് സഹനങ്ങളിലൂടെയാണ് ഇന്ന് ലോകത്തിലുള്ള സകല ജനതകളും മുന്നോട്ട് പോവുക. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇന്ന് സകല ജനങ്ങൾ, അത് ക്രൈസ്തവരായിക്കോട്ടെ അക്രൈസ്തവരായിക്കോട്ടെ, എല്ലാ ജനങ്ങളും സഹനത്തിൻ്റെ പാതയിലൂടെയാണ് ഇന്ന് നടന്നു പോവുക. ഒരുപക്ഷെ നാളിതുവരെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പള്ളിയിൽ പോകാനും നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴിയിലൊക്കെ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് സഭാമക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈസ്റ്ററിൽ പള്ളിയിൽ പോകാം, നമുക്ക് ഈസ്റ്റർ ആഘോഷത്തിന് നമുക്ക് പള്ളിയിൽ ഒരുമിച്ചായിരിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ആത്മീയ സമ്പന്നതയുടെ നടുവിലാണ് നമ്മൾ ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഈ മഹാമാരിയുടെ ഈ വലിയ ആഘാതം ഇന്ന് ലോകത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിലൂടെ വേദന അനുഭവിക്കാത്ത, സഹനമേൽക്കാത്ത ഒരു വ്യക്തി പോലും ഇന്ന് ലോകത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ പോലും അത് ഭംഗിയായി നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ കൂദാശ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തടസ്സമുണ്ടാകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. കാരണം ഇന്ന് പല പള്ളികളിലും, ഇന്ന് നമുക്കിവിടെ ഗൾഫിലാണെങ്കിൽ പല പള്ളികളിലും ഇന്ന് നമുക്ക് പഴയ പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി പോകുവാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ ഒക്കെ സാധിക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് വളരെ പരിമിതികളിലൂടെ സഹനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മൾ ഈ സഹനത്തിൻ്റെ നടുവിലും നമ്മൾ നോമ്പനുഷ്ഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അതിന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഇരട്ടിയായിരിക്കും. നാളെ ഇതുവരെ നമ്മൾ ആചരിച്ചു കൊണ്ടിരുന്ന ആ നോമ്പനുഷ്ഠാനത്തേക്കാൾ 10 മടങ്ങ് അനുഗ്രഹമായിരിക്കും ഈ സഹനത്തിൻ്റെ നടുവിലും നമ്മൾ യേശുവിനോട് ചേർന്ന് ഈ സഹനങ്ങളെയും വേദനകളെയും ഏറ്റെടുത്തുകൊണ്ട് ഈ പരിമിതികൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കാനും നമ്മൾ കൗദാശിക ജീവിതം സാധ്യമാവുകോളം നമ്മൾ അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, കുമ്പസാരിക്കാൻ, അത് ചിലപ്പോൾ നമുക്ക് മീഡിയയിലൂടെയൊക്കെ ആയിരിക്കും ഇന്ന് സാധിക്കുകയുള്ളൂ ഇന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. എന്നാൽ നമ്മൾ അതിനൊക്കെ തയ്യാറാകുമ്പോൾ ഈ പരിമിതികൾക്കുള്ളിലും നമ്മൾ യേശുവിൽ നിന്ന് അകന്നു പോകാതെ യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനുള്ള ശക്തി അവിടുന്ന് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് കേട്ടതുപോലെ കർത്താവായ ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്നാണ്. നമ്മൾ ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ ഈ 40 ദിവസത്തിന് വലിയ പ്രത്യേകതകളുള്ളതായിട്ട് കാണാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നോഹയുടെ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജലപ്രളയത്തെ നമ്മളവിടെ കാണുകയാണ്. അവിടെ 40 ദിവസമാണ് ആ ജലപ്രളയം നീണ്ടു നിന്നത്. വീണ്ടും നമുക്കറിയാം, ഇസ്രായേൽ ജനം 40 വർഷമാണ് മരുഭൂമിയിൽ ചിലവഴിച്ചത്. അവർക്ക് ലഭിക്കാൻ പോകുന്ന കാനാൻ ദേശത്തിലേക്ക് എത്തുവാൻ വേണ്ടി അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിലെത്തി 40 വർഷത്തോളം അവർ അവിടെ ചിലവഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സിനായി മലയിലേക്ക് പ്രവേശിച്ച
ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് അവിടെ ഉടമ്പടി നൽകുകയാണ്. ആ ഉടമ്പടി സ്വീകരിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ മോശ ഉപവസിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് ഉപവസിച്ച് തമ്പുരാന്റെ തിരുസന്നിധിയിൽ നിന്ന് ഉടമ്പടി പട്ടികയുമായി തിരിച്ചു വരുമ്പോൾ കാണുന്നത് അഹ്റോനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനവും അവര് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തമാടുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ദേഷ്യം വന്ന മോശ ആ ഉടമ്പടി പട്ടിക എറിഞ്ഞ് ഉടച്ച് വളരെ രോഷാകുലനാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വീണ്ടും 40 ദിവസവും ഉപവസിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ദൈവിക സന്നിധിയിലേക്ക് പോയി ആ ഉടമ്പടി പട്ടിക വീണ്ടും വാങ്ങുന്ന ആ അവസ്ഥ നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം 40 എന്ന് പറയുന്ന ആ ദിനം അല്ലെങ്കിൽ 40 എന്ന് പറയുന്ന ആ സംഖ്യയ്ക്ക് ബൈബിളിലൂടെ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലായാലും അതിന് ഒത്തിരി പ്രത്യേകതകൾ നമ്മൾ കാണുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൂതൻ കൊടുത്തയച്ച അപ്പക്കഷ്ണം കഴിച്ച് ഹൊറബ് മലയിലെത്താനായിട്ട് ഏലിയ 40 ദിവസം സഞ്ചരിച്ചു. ഒരു ദിവസത്തെ അപ്പക്കഷ്ണം കൊണ്ട്, ദൈവദൂതൻ കൊടുത്ത അപ്പക്കഷ്ണം കൊണ്ട് ഏലിയ പ്രവാചകൻ 40 ദിവസം സഞ്ചരിക്കാനുള്ള ശക്തി ലഭിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:8 നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ പാപത്തിന് പരിഹാരമായി 40 ദിവസം എസെക്കിയേൽ പ്രവാചകൻ വലതുവശം ചെരിഞ്ഞു കിടന്നു എന്ന് നമ്മൾ ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. വീണ്ടും സാവൂള്, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാര് 40 വർഷത്തോളം ഇസ്രായേലിനെ ഭരിച്ചതായിട്ട് കാണാം. വീണ്ടും നമുക്കറിയാം, ഫിലിസ്ത്യ മല്ലൻ ഗോലിയാത്ത് 40 ദിവസമാണ് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചത്. ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തുന്നത് 40 ദിവസമാണ്. വീണ്ടും നമുക്കറിയാം, നിനവേ പട്ടണത്തിലെ ജനങ്ങൾ ഉപവസിക്കാനായിട്ട് അവര് വളരെ വലിയ പാപത്തിൻ്റെ അവസ്ഥകളിലായിരുന്നു, തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരായിരുന്നു. അവർ ആ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് ദൈവമായ കർത്താവ് തീരുമാനിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, യോനാ പ്രവാചകനെയൊക്കെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അത് അവർക്ക് അനുതപിക്കാൻ അനുവദിച്ച ദിവസങ്ങൾ 40 ദിനങ്ങളായിരുന്നു. വീണ്ടും നമ്മൾ നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 പേര് തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ ന്യായാധിപന്റെ പക്കലേക്ക് അവർ വരും. അവരിൽ ആരാണ് തെറ്റ് ചെയ്തത് അവർക്ക് 40 അടിയാണ് കൊടുക്കുക. അല്ലെ 40 അതിൽ താഴെയോ 40-ൽ കൂടരുത് എന്നുള്ളതാണ് അവിടെയുള്ള നിയമാവർത്തന പുസ്തകത്തിലുള്ള നിയമത്തെ നമ്മൾ കാണുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, കാനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് മോശ അയച്ച ചാരന്മാര് 40 ദിവസം അവിടെ നിരീക്ഷണം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നമ്മുടെ ഭൂമിയുടെ 4 ദിക്കുകളായ തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, ഈ 4 ദിക്കുകളെയും ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ കൊണ്ട് നമ്മൾ ഗുണനം ചെയ്യുമ്പോൾ കിട്ടുന്നതും 40 ആണെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ 40 ദിനരാത്രങ്ങളാണ് ഈശോ തൻ്റെ പ്രേഷിത ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പായി മരുഭൂമിയിൽ വന്യമൃഗങ്ങളോട് ഒക്കെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ആ ഉപവാസത്തിൻ്റെ ഭീകരതയാണ് അവിടെ വർദ്ധിപ്പിക്കുക. ആ സാഹചര്യത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങളാണ് ഈശോ ഉപവസിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉയർപ്പിന് ശേഷം 40 ദിവസമാണ് മനുഷ്യ ശരീരത്തോടെ ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് ഭൂമിയിൽ ജീവിച്ചത്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പം 40 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ഒരു പ്രത്യേകതയും കൂടി നമ്മളിപ്പോൾ ധ്യാനിക്കുകയായിരുന്നു. ബൈബിളിൻ്റെ പഴയ നിയമങ്ങളിലൂടെയും പുതിയ നിയമങ്ങളിലൂടെയും ഒക്കെ കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് സഭ ഇന്ന് നമുക്ക് നിക്യാ സൂനകദോസിലൂടെ AD 325 മുതൽ സഭാപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് സഭാപിതാക്കന്മാരെടുത്ത ആ തീരുമാനങ്ങളോട് ചേർന്ന് കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അത് ഈ 50 നോയമ്പ് അല്ലെങ്കിൽ ഈ 40 ദിവസത്തെ നോയമ്പിൽ മാത്രമല്ല, നമുക്ക് സഭയിലുള്ള ഓരോ നിമിഷത്തിലെ ജീവിതത്തിലും ഓരോ ദിനത്തിലെ ജീവിതത്തിലും നമ്മൾ ഈ ഉപവാസം അനുഷ്ഠിക്കുന്ന, ഉപവാസം എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മാംസം ഉപേക്ഷിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, അതിലുപരിയായി
പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്ന ശുശ്രൂഷകളിലൂടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒത്തുചേർന്ന് നമ്മൾ ശാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകരോടും ചേർന്ന് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദിനങ്ങളിലൂടെ നമ്മൾ സഹനങ്ങളുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ മിശിഹായോട് ചേർന്ന്, സഭയോട് ചേർന്ന് ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പരിഹാര പ്രവൃത്തികളും, ദാനധർമ്മമായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, നമ്മൾ നന്മ ചെയ്യുന്നതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ലോകത്തിൽ ഇന്ന് മഹാമാരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ജനങ്ങൾക്ക് വേണ്ടി നമ്മളത് കാഴ്ചവെക്കാം. ഇന്ന് ഈ ശാലോം ടി വിയിലൂടെ ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ, ഈ ബൈബിൾ ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന ആ തമ്പുരാൻ്റെ ആഹ്വാനത്തോട് ചേർന്ന് വീണ്ടും പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മനസാന്തരം സംഭവിക്കട്ടെ. കർത്താവിങ്കിലേക്ക് മടങ്ങി വരാൻ, ഏതെങ്കിലും രീതിയിൽ തമ്പുരാനിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അയോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. ഈ മഹാമാരി, ഈ വലിയ വിപത്ത് ഈ ലോകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുവാനും, ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സഹനത്തിലൂടെ യാതനകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം ലഭിക്കുവാനും, മരണം മൂലം ദൈവിക തിരുസന്നിധിയിലേക്ക് പോയിരിക്കുന്ന എല്ലാവരും സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനും, സഭയോട് ചേർന്ന്, സഭാമക്കളോട് ചേർന്ന്, സഭയിലുള്ള എല്ലാ വൈദികരോട് ചേർന്ന്, സഭയിലുള്ള നമുക്ക് എല്ലാ സഹോദരങ്ങളോട് ചേർന്ന് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഈശോ മിശിഹായുടെ അനുഗ്രഹം കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക് നമ്മുടെ എല്ലാ അപേക്ഷകളും കൊടുത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com